കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയുടെ ഹോസ്റ്റലിൽ സുധീഷ് പോയിട്ട് എന്നും ചോദിക്കുന്നുണ്ട്, മാപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ പോയി ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറേ ഫ്രണ്ട്സ് ഉണ്ട് നിധിക്ക് അവിടെ തന്നെ. അവർ പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും താഴ്ന്ന് മാപ്പ് പറയാൻ ഒരാൾ നടക്കുകയില്ലേ, അത് എന്തുമാത്രം ഇഷ്ടം ഉണ്ടായിരുന്നിട്ടാ, അതെന്തിനാ തിരിച്ചറിയാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും നിധിയുടെ അടുത്ത്. നിധിയാണെങ്കിൽ അപ്പോൾ മിണ്ടാതെ നിൽക്കുന്നുണ്ട്, എന്ത് പറയണമെന്നറിയാതെ. അങ്ങനെ ഒരു കുട്ടിയിൽ കാർഡൊക്കെ കൊടുത്തയക്കുന്നുണ്ട്, അതിൽ ഫുള്ള് സോറി എന്നൊക്കെ പറഞ്ഞ് എഴുതിയാണ് കൊടുത്തയക്കുന്നത്. ഇത് കണ്ടിട്ട് അവർ ചോദിക്കുക, എന്തായാലും അത്രത്തോളം ഇഷ്ടം ഉണ്ടായിട്ടാ, ഇനി എന്തിനാ ഒരു മാപ്പല്ലേ കാര്യം, അത് കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ കൊടുത്തല്ലോ, എന്നാലും നിൻ്റെ അടുത്ത് ആ ഒരു ഇഷ്ടം പറയാൻ വേണ്ടിയായിരിക്കും ഇത്രത്തോളം ബേക്കി നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും നിധിയാണെങ്കിൽ സുധീഷ് അവിടെ നിൽക്കുന്നതൊക്കെ നോക്കിയിട്ട് വീണ്ടും പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് നിധി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യണം എന്നറിയാതെ. എന്തായാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിധിക്ക് സുധീഷിനടുത്ത് ഇഷ്ടമുണ്ട്, എന്നാൽ അത് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓരോന്ന് പറഞ്ഞ് ഓരോരുത്തർ കുറ്റപ്പെടുത്തുമ്പോഴും എപ്പോഴും നിധിക്ക് സുധീഷിനോട് ഇഷ്ടം വീട്ടിൽ വെച്ചേ ഉണ്ടായിരുന്നു. എന്നാൽ അത് നിധിക്ക് മനസ്സിലാവുമായിരുന്നു സുധീഷിന് എപ്പോഴും ഇഷ്ടമുണ്ട് എന്ന്. എന്നാൽ അതൊന്നും മനസ്സിലാക്കാതെ നിൽക്കുകയായിരുന്നു നിധി. എന്നാൽ ഒരു ദിവസം ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ നിധിക്ക് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ നിധി ഹോസ്റ്റലിലേക്ക് വരാൻ കാരണവും അത് തുറന്ന് പറയുന്നുണ്ട് ഫ്രണ്ടിൻ്റെ അടുത്ത്. എന്തായാലും കുഴപ്പമില്ല, ഒന്ന് മാപ്പല്ലേ, എന്തായാലും കൊടുത്തേക്കാം, ഒരു സോറിയുടെ കാര്യം, അതെന്തിനാ ഇത്രയും വെച്ച് നീട്ടുന്നത് എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഞാൻ ക്ഷമ ചോദിച്ചെങ്കിലും എന്നാൽ ഇത്രത്തോളം ഇഷ്ടത്തോടെ വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അതെനിക്ക് മനസ്സിലായി എന്നും പറയുന്നുണ്ട് നിധി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും വീണ്ടും നികേഷ് ഫോൺ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് പറയുക, ഫോൺ ഇപ്പോൾ അവിടുന്ന് പോയ പിന്നെ എനിക്ക് ഭയങ്കര വിഷമം, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. ഇപ്പോൾ പഴയ പോലെ ഈ വീട്, ഇപ്പോൾ ഒരു ആത്മാർത്ഥതയും ആർക്കുമില്ല. ചേട്ടത്തി നിന്നപ്പോഴത്തേക്കും എങ്ങനെയായിരുന്നോ അതാ എനിക്കിഷ്ടം, എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധിക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട്. അങ്ങനെ ഭാസ്കറിൻ്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്ന് പറയുന്നുണ്ട് നികേഷ്. എന്തായാലും ഇനി തിരിച്ചു വന്നാലേ ആ ഒരു പഴയ വീടാവുള്ളൂ എന്ന് നിധിയെടുത്ത് പറയുന്നു. നിധി ഇത് കേട്ടിട്ട് പറയുന്നു, എല്ലാം ആവും, ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് എല്ലാവരെയും തിരക്കിയിട്ട്. അങ്ങനെ സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നികേഷ്, ഞാൻ വിളിച്ചായിരുന്നു, അപ്പോഴത്തേക്കും ഉടനെ സുധീഷ് കേട്ടു, ഞാൻ നിൽക്കുമ്പോൾ മാത്രമേ നിനക്ക് വിളിക്കാൻ വയ്യ, അതെന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ നിങ്ങൾ കാണണ്ട, നിങ്ങൾ കാരണമല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്, അതുമല്ല സ്വന്തം കാര്യം മാത്രമല്ലേ, ഒരു ഫ്രോഡാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ നികേഷ് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വിഷമാവുന്നുണ്ട്. എന്നാൽ സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ നിധിയോടുള്ള സ്നേഹം കിടക്കുന്നത് കൊണ്ട് തന്നെ എന്നും പോയി കാണുന്നുണ്ട് ആ ഹോസ്റ്റലിൻ്റെ നടയിൽ എന്ന് പോയി പറയുകയും ചെയ്യുന്നുണ്ട് സുധീഷ് അവരുടെ അടുത്ത്. എന്തായാലും എങ്ങനെ പോയി പറഞ്ഞിരുന്നാലും തെറ്റല്ലാതെ ആവില്ലല്ലോ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. എന്തായാലും അവളെ ഇഷ്ടത്തിന് പോയതില്ലേ, അതുപോലെ തിരിച്ചു വരട്ടെ, ഇനി ആരും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് ഓരോരുത്തരായിട്ട് ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി വരെ ഒന്ന് നോക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നിധി. അങ്ങനെ അവർ ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഈ കാർഡിലൊക്കെ എഴുതിയില്ലേ സോറി എന്ന്, അതൊക്കെ നമുക്ക് മറക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മറക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ, ഒരു സോറിയുടെ കാര്യമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കളിയാക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ ഇരിക്കുക. അപ്പോഴത്തേക്കും സുധീഷ് പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ സുധീഷ് ആണെങ്കിൽ പോകുന്ന വഴിക്ക് ബൈക്കിലൊന്ന് വീണായിരുന്നു. ഇതങ്ങനെ നിധി അറിയുന്നുണ്ട്. നിധി എടുത്ത് വന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പോയ ഒരു പയ്യൻ അവിടെ വീണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും സുധീഷ് ആണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് നിധിക്ക്. അങ്ങനെ ഭയങ്കര വിഷമാവുന്നുണ്ട്. അങ്ങനെ ഓടിപ്പോകുന്നുണ്ട് സുധീഷിനെ കാണാൻ. അങ്ങനെ സുധീഷിനെ കണ്ടപ്പോഴത്തേക്കും സുധീഷിന് ഭയങ്കര സന്തോഷമായി. എന്തായാലും തന്നെ കാണാൻ വന്നല്ലോ നിധി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും നിധിയുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ നിധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്നാലും വന്നല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, എന്തായാലും ഒരു അപകടം നടന്നതല്ലേ, അപ്പം കാണാൻ വരാൻ വേണ്ടി വന്നതല്ലേ, അതുകൊണ്ട് ഇതിനി കൂടുതലൊന്നും ചിന്തിച്ച് കൂട്ടണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ സുഭാഷിനെ വിളിച്ചത് പറയുന്നുണ്ട്, ഇതുപോലെ അവിടെ വന്നതാ, ഹോസ്റ്റലിൽ വന്നതാ, ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ. ഇത് കേട്ട് ആദ്യം പേടിക്കുന്നുണ്ട് സുഭാഷ്. അപ്പോഴത്തേക്കും പറയുക, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്തായാലും എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ അവസാനം നിധി വരുമെന്ന് എന്ന് സുഭാഷിൻ്റെ അടുത്ത് സുധീഷ് പറയുന്നുണ്ട്.
എന്തായാലും ഒരു വീഴ്ച വീഴുന്നില്ലേ, നിനക്ക് നോക്കി പൊയ്ക്കൂടെ എന്നൊക്കെ ഇപ്പോൾ ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും എന്ത് സംഭവിച്ചാലും നിധി ഇവിടെ വന്നല്ലോ, അത് തന്നെ എനിക്ക് വളരെ സന്തോഷം എന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് നിധി നിൽക്കുക. നിധി പറയുന്നുണ്ട്, ഒരാൾക്ക് സുഖമില്ലയെന്ന് പറയുമ്പോഴത്തേക്കും അത് നോക്കി വരേണ്ട ഒരു കടമയുണ്ട്, അങ്ങനെ ഞാൻ വന്നതാ, അല്ലാതെ വേറെ ഒന്നും ചിന്തിച്ച് കൂട്ടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ചിന്തിച്ച് കൂട്ടും എന്ന് സുധീഷും പറയുന്നുണ്ട്. അങ്ങനെ നികേഷും എല്ലാവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ ഭാസ്കരൻ വരുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നുണ്ട്, നിനക്ക് എന്താ ഇപ്പോൾ നോക്കി നടക്കാൻ വയ്യേ, ഇപ്പോഴും ആ നിധിയെക്കുറിച്ചാണോ നിൻ്റെ ചിന്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും സുധീഷ് പറയുക, ഇനിയെങ്കിലും എൻ്റെ അടുത്തൊന്നും പറയാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരൻ പോകുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിൽക്കുക. അങ്ങനെ തിരിച്ച് അവർ വീട്ടിലേക്ക് പോവുക. അങ്ങനെ നിധിയാണെങ്കിൽ യാത്ര പറയുന്നുണ്ട്, പോവുക വരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും പോയിട്ട് വാ, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നിധി നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ട്.